വെൽക്കം ടു മൈ ചാനൽ. കോട്ടയം കോഴഞ്ചേരി സ്റ്റേറ്റ് ഹൈവേയിലെ നെടുങ്ങാടപ്പള്ളി മുതൽ കൊച്ചുപറമ്പ് വരെയുള്ള വഴിയോര കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ചെടികൾ വെച്ച് മൂടി പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും ചെടികൾ വെച്ച് മൂടി പിടിപ്പിച്ച് വഴിയോര ഉദ്യാനമാക്കി തീർത്തത് കൊച്ചുപറമ്പ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ആവണി ലൈബ്രറി പ്രവർത്തകരാണ്. ഒരു കാലത്ത് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ഇതിനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് ഈ രീതിയിൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച് പാതയോരം മനോഹരമാക്കി തീർത്തത് ആവണി ഗ്രന്ഥശാല പ്രവർത്തകരാണ്. അതുകൂടാതെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്ന രീതിയിലുള്ള ബാനറുകളും ബോർഡുകളും ഈ പാതയോരത്ത് അവർ സ്ഥാപിച്ചു. കറുകച്ചാൽ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ കൂടി കടന്നു പോകുന്ന ഈ സ്റ്റേറ്റ് ഹൈവേയുടെ ഇരുവശങ്ങളിലും ആദ്യമായിട്ട് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചതും ആവണി ഗ്രന്ഥശാല പ്രവർത്തകരാണ്. ഇത് കൊച്ചുപറമ്പിലേക്കുള്ള ഗ്രാമത്തിലേക്കുള്ള പാതയോരമാണ്. ഇതിൻ്റെ ഇരുവശങ്ങളിലും ചെടികൾ പൂക്കളായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കൊച്ചുപറമ്പ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ അനേകം പേർക്ക് തണലേക്ക് നിൽക്കുന്ന ഒരു വൻ ആൽമരവുമുണ്ട്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആവണി ഗ്രന്ഥശാല പ്രവർത്തകർ ഈ പാതയോരം വളരെ മനോഹരമാക്കി തീർത്തതിൽ എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. നിരവധി ബോട്ടിൽ ബൂത്തുകളാണ് ഈ പാതയോരത്ത് ഉള്ളത്. അതുകൂടാതെ ദിവസവും ഈ പാതയോരത്ത് കാണപ്പെടുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മാലിന്യങ്ങളെല്ലാം തന്നെ അവർ നീക്കം ചെയ്യുന്നുണ്ട്. കറുകച്ചാൽ പഞ്ചായത്തിൽ ആദ്യത്തെ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചത് ആവണി ഗ്രന്ഥശാല പ്രവർത്തകരാണ്. റോഡിൻ്റെ ഇരുവശങ്ങളും വൃത്തിയാക്കി ദിവസവും അവരെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ സ്റ്റേറ്റ് ഹൈവേയിൽ റോഡിൽ എവിടെയെങ്കിലും കുഴികൾ രൂപാന്തരപ്പെട്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച് ആ കുഴികൾ പെട്ടെന്ന് തന്നെ അടപ്പിക്കുകയും ഇതുവഴിയുള്ള ഗതാഗതം വളരെ സുഗമമായിട്ട് നടക്കാനായിട്ട് സാധ്യമാകുകയും ചെയ്യുന്ന പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം വാഹനങ്ങളാണ് ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. കാരണം യാതൊരു രീതിയിലുള്ള കുഴികളും ഈ റോഡിൽ ഇല്ല എന്നൊരു പ്രത്യേകതയും ഉണ്ട്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഈ ആവണി ഗ്രന്ഥശാല പ്രവർത്തകർ ചെയ്ത ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മറ്റുള്ള പാതയോരങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളെ റോഡിലുള്ള മാലിന്യങ്ങൾ മാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പാതയോരത്ത് കൂടി കടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ശുദ്ധജലം ലഭ്യമാകുക എന്ന രീതിയിൽ ദാഹജലം ലഭ്യമാക്കുന്ന ബോട്ടിലുകളും മൺപാത്രങ്ങളിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രവൃത്തി മറ്റുള്ള പ്രദേശങ്ങളിലുള്ള പാതയോരത്തൂടെ സ്വീകരിച്ചാൽ നമ്മളെ റോഡുകൾ മനോഹരമാക്കി തീർക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.